ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ഇഫ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ വലിയ 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം ഉള്ളിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ലെമൺ ജ്യൂസ്, 2 സ്പൂണ് കട്ട തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിത് നന്നായി മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് മസാലയൊക്കെ ചേർത്ത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്രീം ചീസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് 2 പുഴുങ്ങിയ മുട്ടയുടെ വൈറ്റ് പാർട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് പാല്, അതിൻ്റെ കൂടെ ഒരു സ്ലൈസ് ചീസും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ക്രീമി ആയിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. തവയിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ പീസ് 2ഉം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ചീസ് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഈ ചിക്കന് ആ ടേസ്റ്റും ആ ക്രീമും എല്ലാം ജ്യൂസി ആയിട്ടാക്കുന്നത് ഈ ക്രീമാണ്. ആ ക്രീം ഫുള്ളായിട്ട് ഞാൻ ചിക്കനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് റെഡിയായി കുക്കായിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മന്തി റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ് നല്ല കോമ്പിനേഷന്. നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.